ഫ്രണ്ട്സ്, വെൽക്കം ടു ബേക്സ് ആൻഡ് ട്രീറ്റ്സ്. ഞാനിന്ന് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് എൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന് തന്നെയുള്ള ഒരു കോളിഫ്ലവർ എടുക്കുകയാണ്. ഇന്ന് നമുക്ക് അതിനായിട്ട് കോളിഫ്ലവർ കട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കോളിഫ്ലവർ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോററ്റ്സ് മാത്രം എടുത്ത് നന്നായിട്ട് ഗ്രേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുകൂടാതെ നമുക്ക് വേണ്ടത് സവാള 2 ടേബിൾ സ്പൂൺ, മാഷ്ഡ് പൊട്ടറ്റോ 1/2 കപ്പ്, കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ, കുമിൻ പൗഡർ അല്ലെങ്കിൽ കുമിൻ അങ്ങനെ എടുത്താലും മതി, സാധാരണ ജീരകമാണ് അത് 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, ഗ്രീൻ ചില്ലി 1 ടേബിൾ സ്പൂൺ, പിന്നെ സോട്ട് ചെയ്യാൻ ആവശ്യമായ എണ്ണ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമണമൊക്കെ മാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം, ടർമറിക് പൗഡർ. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ായിട്ട് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റഡ് കോളിഫ്ലവർ കൂടി ഇട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാനതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് കഴുകി എടുത്തിട്ടായിരുന്നു അത് വെച്ചിരുന്നത്. വെള്ളമൊക്കെ തോർന്നതിന് ശേഷമാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ സവാള കൂടി ഇട്ട് സോട്ട് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ജീരകം കൂടി ഒരു നുള്ള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി കൂടി ഇട്ട് നന്നായി സോട്ട് ചെയ്യാം. എരിവ് അധികം വേണ്ട എങ്കിൽ ഇത്രയും ഗ്രീൻ ചില്ലി ചേർക്കേണ്ട ആവശ്യമില്ല. എരിവ് വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ഇതിലേക്ക് മാഷ്ഡ് പൊട്ടറ്റോ കൂടി ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 2 to 3 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്ത് ഒന്നുകൂടെ നല്ലപോലെ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കൊറിയാൻഡർ ലീവ്സ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയുടെ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റിയ ശേഷം നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. നമ്മുടെ കോളിഫ്ലവർ മിക്സ് ഞാനിങ്ങനെ ഓരോ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മിക്സ് എല്ലാം ഞാനിപ്പോൾ കട്ട്ലറ്റാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ നോക്കാം. ഇനി ഫ്രൈ ചെയ്യാനായിട്ടുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് വേണ്ടത് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് കട്ട്ലറ്റ്സ് ഓരോന്നും ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ കോളിഫ്ലവർ വറക്കാനായിട്ടുള്ളതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം.